ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഇച്ചിരി താമസിച്ചാണ് എണീറ്റത്. ഇന്ന് ശരിക്കും ഇത് ഇന്നത്തെ വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗുണ്ട്, ഇന്നലത്തെ കുഞ്ഞു കുറച്ച് വിശേഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ വഴിയെ ഇച്ചിരി വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു, അത് തിളപ്പിച്ചു വെച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസം കൂടിയിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി ഇങ്ങനെ വാങ്ങാറില്ലാത്തതാണ്, കുറേ നാളായിട്ട് ഈ അരി അല്ല വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസം കൂടി ഉണ്ടാക്കണതുകൊണ്ട് തന്നെ അച്ചുകൂടെ ഞാനൂരിനും ഇഷ്ടമായി. അല്ലെങ്കിൽ ഇടിയപ്പം എന്ന് പറയുമ്പോൾ ആർക്കും കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുട്ട വേവിക്കാൻ നേരത്തെ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ തൊണ്ട് പൊട്ടിപ്പോയാലാന്ന് നമ്മുടെ വിനീത പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ചിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. സംഭവം ശരിയാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ തൊണ്ട് ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വരുന്നില്ല. തൊണ്ട് പൊളിക്കാനൊക്കെ എളുപ്പമാണ്. തൊണ്ട് പൊളിക്കാൻ ഞാൻ പിന്നെ നാളെ കാണിച്ചു തന്ന രീതി തന്നെയാണ് കേട്ടോ. എല്ലാ വശവും നന്നായിട്ട് ഇങ്ങനെ മുട്ടി പൊട്ടിച്ചതിന് ശേഷം തൊണ്ട് പൊളിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് തൊണ്ട് പൊളിഞ്ഞ് വരും. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ച് വയ്ക്കാം. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. ഇന്നിപ്പോൾ വിനോദന് രാവിലെ തന്നെ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വിനോദൻ പോയിട്ട് പലകാല പോയി. അപ്പോൾ പലകാലം എണീറ്റിട്ട് ഒന്നുകൂടി ഒന്ന് കിടന്നു, അതാ പറ്റിയത്, താമസിച്ചു പോയി. അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പം ഇനിയിപ്പം അച്ചുകൊണ്ടും ധ്യാനോട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചിട്ടുള്ളൊരു വ്ളോഗ് ഷൂട്ടിങ്ങും എല്ലാം ആണ് കേട്ടോ. പിന്നെ ഇന്നലെ ഒരു വിശേഷം ഉണ്ടായി. പെട്ടെന്ന് സർപ്രൈസായിട്ട് മമ്മി പപ്പയും വന്നു. കുറേ നാളായിട്ടോ അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് അവർ വിളിച്ച് അവർ മടുത്തു. ഞങ്ങൾ ഓരോ ദിവസം ഓരോ അവധി ഓരോരോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ നീട്ടി പോകുമായിരുന്നു. അപ്പോൾ ഈ ആഴ്ച പോകണമെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. ഈ ആഴ്ച പോകണമെന്ന് ഓർത്തപ്പോൾ അടുത്ത് പെട്ടെന്നൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമായിട്ട് വന്നു. അപ്പം പിന്നെ അതും ക്യാൻസൽ ചെയ്തു. അപ്പോൾ അച്ചക്കൂടാണ് ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അച്ചക്കൂടിന് ഭയങ്കര സങ്കടം, മമ്മീനെ അടുത്തുനിന്ന് വന്നെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് പറയാണ്ട് അവരിങ്ങ് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം ഒരു ദിവസം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. ഒന്നാമത് ഈ പോയി വരവ്, ബസ്സിന് പോക്ക് വരവ് ഭയങ്കര പാടാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് എമൗണ്ട് പൈസയാവും. വണ്ടിക്കൂലി തന്നെ ഒരു 500 രൂപ വേണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പോക്ക് നമ്മൾ മടിച്ചിരിക്കുന്നത്, വല്ലപ്പോഴും പോക്ക്. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതാ മുട്ടക്കറിക്കായിട്ട് സവോള ഇഞ്ചി എല്ലാം കൂടെ വഴറ്റാനായിട്ട് അത് വെച്ച് നമ്മളെന്നും ഉണ്ടാക്കണ ആ ഒരു മുട്ടക്കറി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇഞ്ചി സവോളയൊക്കെ വഴറ്റിയിട്ട് ഇച്ചിരി മസാല ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുട്ട അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് വേറൊരു വിശേഷമുള്ള എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു എന്ന്. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ചേച്ചിയിൽ അവിടെ പോകുമ്പം വരാം, സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് കൊടുക്കണം. അപ്പോൾ കവല വരാം. ഇവിടെ അടുത്തൊരു കവലയുണ്ട്, ആ കവലയുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വരാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ വീട് ഇങ്ങനെ ആയാലും ഞാൻ ആരെയും വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് മഴക്കാലത്തൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അത്രയ്ക്ക് നല്ല വീടാണ്, അത് തന്നെ കാര്യം. അതുകൊണ്ട് തന്നെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി വീട്ടിലേക്ക് വരണ്ട, അവിടെ വന്നാൽ മതി വന്നിട്ട് ഇങ്ങനെ അവിടെ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ചേച്ചി വരുന്നതുകൊണ്ട് തന്നെ അവിടെ പോകണം. അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട്. ആ ചേച്ചിനെ നേരിട്ട് കാണാനൊക്കെ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വിശേഷങ്ങൾ പറഞ്ഞു പോകുമ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മളെന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണതാണ്. ഇന്നും ഇടിയപ്പത്തിന് കുഴച്ചപ്പോൾ ഇച്ചിരി ടൈറ്റായി പോയി കേട്ടോ മാവ്. ഇച്ചിരി അങ്ങ് കുഴഞ്ഞില്ല, ഒത്തിരി ദിവസം കൂടി കുഴച്ചിട്ടാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിലും നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പറയണേ, കറക്റ്റായിട്ട് അങ്ങ് വരും കേട്ടോ. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം വരും. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇച്ചിരി നമുക്ക് കറക്കാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നു, എണ്ണയും കൂടെ പിടിച്ചപ്പോഴത്തേനും ഇച്ചിരി ബലം പ്രയോഗിക്കേണ്ടി വന്നു. ഇതേ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ പോലോ, അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് വീഡിയോ എടുത്തുകൊണ്ട് വിട്ടിട്ട് പോകാനും പറ്റില്ല, അങ്ങ് കറക്കി ഇച്ചിരി ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അങ്ങ് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കഞ്ഞിയും കറിയൊന്നും വെക്കണില്ല. കാരണം ഇന്നലത്തെ ചോറൊരു എനിക്കുണ്ണാൻ മാത്രമായിട്ട് ഇച്ചിരി ഇരിപ്പുണ്ട്. അപ്പോൾ വൈകിട്ടത്തേക്ക് വിനോട്ടം വരാറാകുമ്പോഴത്തേക്ക് ചോറ് വെച്ചാൽ മതി. പിന്നെ ഇന്നലെ മത്തി ആണ് കറി വെച്ചത് കേട്ടോ. മത്തി കറി വെച്ചു. ഇച്ചിരി ഒഴുകിയ മത്തിയും കൂടെ സമം വാങ്ങുക ചെയ്തേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒഴുക വറക്കാനും ഉണ്ടായിരുന്നു, ഇച്ചിരി കറി വെക്കാനും ഉണ്ടായിരുന്നേ.
അപ്പോൾ ഇന്നലെ മമ്മിയും പപ്പ വന്നപ്പോൾ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കറി. അവർ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയായിരുന്നു, വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇച്ചിരി പാവയ്ക്ക തോരനും മത്തി കറിയും ഇച്ചിരി ഒഴുക വറുത്തതും ഒക്കെ കൂട്ടി ചോറ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇച്ചിരി ഇപ്പം അപ്പം മമ്മി ഇച്ചിരി ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇന്നലെ പുഴുങ്ങി. അപ്പോൾ അതിൻ്റെ കറി ഇച്ചിരി ബാലൻസ് ഇരിപ്പുണ്ട്. ഇച്ചിരി മീൻ വറുത്തതുണ്ട്, പപ്പടം കാച്ചിയതുണ്ട്. അതൊക്കെ കൂട്ടി നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ചോറുണ്ണും. വൈകിട്ടാകുമ്പോഴത്തേനും ഇച്ചിരി മീൻ വറുക്കാനുണ്ട്. അതൊക്കെ നോക്കി പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇച്ചിരി ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടത്തെ ചോറൂണും അങ്ങ് പോകും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പിശുക്കണത്. പിശുക്കാൻ അറിയില്ലാത്തവരിങ്ങ് പോരെ, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ രാവിലെ ഇത്തിരി മുട്ടക്കറി ഉണ്ടാക്കി എന്നുള്ളതാണ് ഇച്ചിരി ആർഭാടം. അപ്പോൾ വൈകുന്നേരം മക്കൾക്കാണെങ്കിൽ ഈ ഇടിയപ്പം ഉണ്ട്, പിന്നെ പിന്നെ മമ്മി കൊണ്ടുവന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയുള്ള കാരണം വൈകുന്നേരത്തേക്കുള്ളതുമായി. അപ്പോൾ അച്ചുകൂട്ടൻ ദേനോട്ടും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ഇറങ്ങി നിന്നപ്പോൾ അച്ചുകൂട്ടൻ ചുമ്മാ കളിപ്പിക്കുന്നതാണ് കേട്ടോ. വീഡിയോ എടുത്തപ്പോൾ അവൻ ചുമ്മായിട്ട് കളിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മുറ്റടിക്കാനിപ്പോൾ അതിങ്ങനെ ഒരു കാലാവസ്ഥ നല്ല കാലാവസ്ഥയല്ല, മഴ പെയ്യും പെയ്യാണ്ടിരിക്കാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മുറ്റമടി വേഗം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം എന്നാ പറയണേ, ആ ചേച്ചി അന്നത്തെ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ആ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് തുണി കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്ന ഭാഗമാണ് കേട്ടോ. ഞങ്ങളുടെ റോഡ് എങ്ങനെയുണ്ട്, അടിപൊളി റോഡല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ വീടെത്തി. നമ്മുടെ വീടും പ്രകൃതിയൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ റോഡ് മാത്രം ഒരു രക്ഷയില്ല മക്കളെ. കേരളത്തിലെ റോഡല്ലേ ഇതെല്ലാം, ഇതിനപ്പുറം നമ്മൾ പ്രതീക്ഷിച്ചേ ജീവിക്കാവുള്ളൂ. അതുകൊണ്ട് പിന്നെ അതിശയമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ വീടങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ മമ്മി വന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പം മമ്മിയും പപ്പയും വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അവർ പോകാനായിട്ട് ഇറങ്ങി നിന്നപ്പോഴാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ പപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ എൻ്റെ മമ്മീനും പപ്പനും കണ്ടിട്ടില്ലാത്തവർ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മമ്മിയും പപ്പയും കൊണ്ടുവന്ന് കുറേ കുറച്ച് ഒരു വലിയ ഇത് മിച്ചർ കൊണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അച്ചുകൂട്ടിന് സമൂസ ഇഷ്ടമുള്ള ആളാണല്ലോ. അച്ചുകൂട്ടിന് കുറേ സമൂസ കൊണ്ടുവന്നു. അച്ചുകൂട്ടൻ തിന്നിട്ട് ബാക്കി വെച്ചാണ്. പിന്നെ ചക്കവറുത്താണ് കേട്ടോ. ഈ ചക്കവറുത്ത എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ് കുറേ ദിവസമായി വിളിക്കണു. കാരണം ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ചാണ് കാറിപ്പോവും എന്ന് പറഞ്ഞാണ് വിളിച്ചത് കേട്ടോ. അപ്പോൾ അത് കൊണ്ട് തന്നു. പിന്നെ ചക്ക കൊണ്ടുവന്നു. ചക്ക അപ്പടി വെള്ളമായി പോയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ അറിയാലോ, നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് ചക്കയ്ക്കകത്ത് അപ്പടി വെള്ളമായിരുന്നു. പിന്നെ ഉണ്ടാക്കിയപ്പോൾ അങ്ങ് എന്നാ പറയുന്നത്, നമുക്ക് വല്ലപ്പോഴും കിട്ടുമ്പോൾ അമൃതമാണല്ലോ ചക്കയൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചുമന്ന് കൊണ്ട് തന്നെ എൻ്റെ മമ്മിക്ക് എന്നാ പറയാനാ. അപ്പോൾ ഈ വർഷത്തെ ചക്കയൊക്കെ തീർന്നു. അതുകൊണ്ട് ലാസ്റ്റ് ചക്കയെന്നും പറഞ്ഞാണ് കൊണ്ടുത്തന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചക്കയൊന്നും അങ്ങനെ കിട്ടാറില്ലെന്ന് മമ്മിക്ക് അറിയാലോ, അതുകൊണ്ട് കൊണ്ടുത്തന്നു. എന്തായാലും ചുമന്ന് ഇവിടം വരെ കൊണ്ടുത്തന്നല്ലോ. അപ്പോൾ അത് വെട്ടി പുഴുങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണ്. പിന്നെ മഞ്ഞൾപ്പൊടി പൊടിച്ചിട്ട് അത് കൊണ്ടുത്തന്നു കേട്ടോ. മമ്മിയാണ് ഇവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ കൊണ്ടുത്തന്നെ. നേരത്തെ അച്ചാച്ചൻ ഉണ്ടായിരുന്ന കാലത്ത് അച്ചാച്ചൻ പൊടിച്ചിട്ട് കൊണ്ടുത്തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം മമ്മി ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എവിടെ നിന്നെങ്കിലുമൊക്കെ പൊടിച്ചിട്ട് ഇപ്പം ബിനുവേട്ടൻ്റെ ഒരു കസിനുണ്ട്, ആ ചേട്ടൻ പൊടിക്കുമ്പോഴും കൊണ്ടു തരാറുണ്ട് കേട്ടോ. അവിടെ മഞ്ഞൾപ്പൊടിക്ക് നമുക്കിവിടെ എന്താ പറയുക ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കും നമുക്ക് ദാരിദ്ര്യം വരാത്ത ഒരേ ഒരു സാധനം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ധ്യാനൂട്ടൻ ഇങ്ങനെ ഇരുന്ന് ഓരോന്നെടുത്ത് ഇരിക്കുന്നുണ്ട്. ചുമ്മാ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ചക്ക. അപ്പോൾ അത് അരിയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അപ്പോൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാത്തത്. മുഴുവൻ പെരയൊക്കെ നനഞ്ഞ അടുപ്പം തറയൊക്കെ ഫുള്ള് ഇങ്ങനെ നനയുവാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊരു രസമില്ല. അതാണ് കൂടുതലും. അടുക്കളയൊന്നും ഇനി ഒത്തിരി കാണിക്കാണ്ട് വീഡിയോ എടുക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. മഴക്കാലം കഴിയുന്നോടം വരെ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിലും നെഗറ്റീവും പോസിറ്റീവും കാണുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അടുക്കള കാണിക്കാണ്ട് തന്നെ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വെച്ചു കുറച്ച് ദിവസത്തേക്ക് കേട്ടോ. അപ്പോൾ ചക്ക ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചക്കയൊക്കെ പുഴുങ്ങി ചായ കുടിച്ചു. അപ്പോൾ അച്ചുകൂട്ടൻ ഇന്ന് സമൂസ തിന്നണ ഭാഗമാണ് കാണുന്നത്. അച്ചുകൂട്ടന് മാത്രമാണ് സമൂസയോട് ഇത്രയും താല്പര്യമുള്ളൂ. ധ്യാനൂട്ടനും വലിയ താല്പര്യമില്ല, എനിക്കും വലിയ താല്പര്യമില്ല കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്